ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSIR നെറ്റ് ഫിസിക്കൽ സയൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതായത് ഇനി നമുക്ക് ആകെ കൂടി ഒരു 2 വീക്സ് ഓർ 3 വീക്സ് മാക്സിമം ഉള്ളൂ. December 18 നമ്മുടെ എക്സാം. ഇപ്പോൾ ഫിസിക്സിന്റെ എക്സാം ആണെങ്കിൽ ഡേറ്റ് ഡിക്ലെയർ അല്ല, എന്നാലും നമ്മൾ പറയുകയാണ് 18th ടു ഒരു 20th ഉള്ളിൽ നമ്മുടെ എക്സാംസിന്റെ ഉണ്ടായിരിക്കും. സോ ഒന്നും പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു 20-25 ദിവസം കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം വലിച്ചു വാരി പഠിക്കരുത്. ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം പ്രീവിയസ് ഇയേഴ്സ് വന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരു ഇയറിന്റെ ക്വസ്റ്റ്യൻ, ഇപ്പൊ 2015 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കത് 2023 കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി പ്രീവിയസ് ഇയേഴ്സ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, ഏത് ടോപ്പിക്കാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്സുകളെ ഒരു ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ദെൻ ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ഫിസിക്സ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് അതായത് മാത്തമാറ്റിക്കൽ ഇത് മാത്രമല്ല ഉള്ളത്, ഒരു ബൾക്കാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോപ്പിക്സ് ഉണ്ട്. അതിന്ന് ഏറ്റവും കൂടുതൽ വരാവുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കോംപ്ലക്സ് അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മെട്രിക്സ്, സ്പെഷ്യൽ ഫംഗ്ഷൻ. ഞാൻ ഫൊറിയറും ഡെൽറ്റയും ഞാൻ ഓപ്ഷനിൽ ഇടും നിങ്ങൾക്ക്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കോംപ്ലക്സ് നമ്പർ നല്ല രീതിയിൽ പഠിക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മെട്രിക്സും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം മെട്രിക്സിന്റെ പ്രീവിയസ് ഇയേഴ്സ് നല്ല രീതിയിൽ നോക്കണം. അഡ്വാൻസ്ഡ് ലെവലുള്ള ചോദ്യങ്ങളാണ്. സോ അത് മസ്റ്റ് ആയിട്ട് പഠിക്കാം. സ്പെഷ്യൽ ഫംഗ്ഷൻസ്, ബെസൽ ഫംഗ്ഷനും ലെജൻഡറി, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ലെജൻഡറി ഫംഗ്ഷൻസും ബെസൽ ഫംഗ്ഷന്റെയും ഓരോ റോഡ്രിക്സ് ഫോർമുല, ജനറേറ്റിംഗ് ഫംഗ്ഷൻസ്, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ബീറ്റ ഡി കെ, അതുപോലെ ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും, ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് കേട്ടോ. സോ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വരുന്നത് ഈ പോർഷൻസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. കോംപ്ലക്സ് നമ്പർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ. ഫൊറിയറും ഡിറാക്കും നിങ്ങൾ എന്ത് ചെയ്താൽ അതൊരു ഓപ്ഷനിൽ വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. കാരണം ഇത്ര പഠിച്ചാൽ തന്നെ നമുക്കൊരു 10-12 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചാലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവര് കേട്ടോ. ഓക്കെ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ പറ്റുന്നില്ലെങ്കിലും ഓരോരോ പ്രോപ്പർട്ടീസ്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാണുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക, അതായത് പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കാണുക, പാർഷ്യൽ ഡെറിവേറ്റീവ്, പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഈ 3 കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലാണ് ഈ സാധനങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഒരു ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. ഈ ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ എടുത്ത് പഠിക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എല്ലാവർക്കും അത്രയും ദഹിക്കാത്തൊരു സബ്ജക്റ്റാണ്. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ ഒന്നും കൂടി എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും നല്ല രീതിക്ക് നോക്കണം നമ്മൾ. അതേപോലെ വരിക റിജിഡ് ബോഡി ഡൈനാമിക്സ്. റിജിഡ് ബോഡി ഡൈനാമിക്സ് റീസെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാവുന്ന രീതിയാണ്. ബേസിക് ആയിട്ട് 2 ഇക്വേഷൻസ് ഉണ്ട്. അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ഓർബിറ്റിന്റെ ഭാഗമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ എലിപ്സിലാണോ, സർക്കുലാർ ആണോ, പാരാബോളിക് ആണോ, ഹൈപ്പർബോള ആണോ നമ്മൾ നോക്കാറുണ്ട് ഓരോ പ്രോബ്ലം ചെയ്തിട്ട്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർബിറ്റിലും ആ ഭാഗങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഫോഴ്സ് മോഷൻ കവർ ചെയ്യാൻ പറ്റും. റിജിഡ് ബോഡി ഡൈനാമിക്സിലേക്ക് എത്തുമ്പോഴേക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് സ്മോൾ ഓസിലേഷൻ ആണ്. സ്മോൾ ഓസിലേഷൻ ഫുൾ ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ എന്ത് വന്നു അതിനൊന്നും മോഡിഫൈ ചെയ്തിട്ടാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത മെത്തേഡുകളും ആൻസേഴ്സ് ഒക്കെ പ്രീവിയസ് ഇയേഴ്സിൽ തന്നെയാണ്. പക്ഷെ അതിന്റെ ചിലപ്പോൾ റേഷ്യോ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഒരെണ്ണത്തിന്റെ മാത്രമായിരിക്കും, ഒരെണ്ണത്തിന്റെ മാത്രം ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും ചോദിക്കുക. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ലഗ്രാഞ്ചിനും സെൻട്രൽ ഫോഴ്സും സ്മോൾ ഓസിലേഷനും റിജിഡ് ബോഡിയും പഠിച്ചോളൂ. ബാക്കി രണ്ടും ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. അതർവൈസ് വിട്ടുകളയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം അതൊക്കെ വേണമെങ്കിൽ, അതായത് സമയം ഉണ്ടെങ്കിൽ മാത്രം. പക്ഷെ മസ്റ്റ് ആയിട്ട് ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, സെൻട്രൽ ഫോഴ്സ്, സ്മോൾ ഓസിലേഷൻ, റിജിഡ് ബോഡി ഡൈനാമിക്സ്. ഓക്കെ. അടുത്ത സബ്ജക്ട് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് അതേപോലെ ഒരു കോർ പേപ്പർ ആണ്, അത്യാവശ്യം ഹെവി ടോപ്പിക് ആണ് എന്നറിയാം. അതിലിപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് പെർട്ടർബേഷൻ തിയറി നല്ല രീതിയിൽ വരുന്നുണ്ട്, ടൈം ഇൻഡിപെൻഡന്റ്. പിന്നെ എല്ലാവർക്കും പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് 1D പൊട്ടൻഷ്യൽ ബോക്സിന്റെ. അതായത് 1D ബോക്സ്, 2D ബോക്സ്, 3D ബോക്സ് ഒക്കെ അല്ലേ, അതിന്റെ ഭാഗങ്ങളും ആംഗുലർ മൊമെന്റം, സ്പിന്ന്,
സ്കാറ്ററിങ് WKB. ബാക്കിയൊന്നും ഇതിൽ എഴുതുന്നില്ല, ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് പെർട്ടുർബേഷൻ നല്ല രീതിയിൽ നോക്കുക, വൺ ഡയമെൻഷൻ ബോക്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് സ്റ്റെപ്പ് പൊട്ടൻഷ്യലിന്റെ ഭാഗവും എല്ലാം നോക്കിക്കോളൂ. 1D ബോക്സ് പഠിച്ചിട്ട് മതി ബാക്കി കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്, കാരണം 1D ബോക്സിൽ നിന്ന് അത്രയും അഡ്വാൻസ്ഡ് ലെവൽ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ മൊമെന്റും അതുപോലെ സ്പിന്നും. ആംഗുലർ മൊമെന്റും സ്പിൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആറ്റ് എടുക്കുകയാണെങ്കിൽ LZ ഓപ്പറേറ്റർ, L² ഓപ്പറേറ്റർ, LX ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അത്. അതുപോലെ തന്നെ L+, L-, ഒരു സാധാരണ ആംഗുലർ മൊമെന്റത്തിന്റെ അല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ലാഡർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ. അപ്പൊ അത് പഠിക്കണം. സ്പിന്ന് വരുമ്പോൾ പോളി സ്പിൻ മെട്രിക്സസ്. അപ്പൊ സ്പിൻ മെട്രിക്സസ് വെച്ചിട്ട് നമ്മളോട് എന്താ ഐഗൻ വെക്ടറോ ഐഗൻ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇപ്പൊ റീസെന്റ് എക്സാമിന് അത് വന്നിട്ടുണ്ട്. സോ പെർട്ടുർബേഷൻ, ആംഗുലർ മൊമെന്റം ആൻഡ് സ്പിന്ന്, 1D പൊട്ടൻഷ്യല്, WKB അപ്രോക്സിമേഷൻ, സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് ഭയങ്കര എളുപ്പമാണ് മക്കളെ, കാരണം ഒരു ഒപ്റ്റിക്കൽ തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്ററിംഗ് ഉണ്ട്. ആ കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഇക്വേഷൻ ബേസിക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, അങ്ങനെ കുറെ വേർഡുകൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ. സൈൻ വേവ്, അതായത് അവിടെ ഒരു വേവ് ഫോം വരുന്നുണ്ട്, S വേവ്, L വേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാറ്ററിംഗ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്ത് പോരാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഐഡന്റിറ്റിക് പാർട്ടിക്കിൾസിലേക്കോ അല്ലെങ്കിൽ അതർ ഭാഗത്തേക്ക് റിലേറ്റിവിറ്റിക്കിന്റെ പാർട്ടിക്കിലേക്കോ പോയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. അതൊരു കോർ പേപ്പർ ആണ്. അതിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് EM വേവ് ഇൻ മീഡിയം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടക്ടേഴ്സിലായാലും നോർമൽ ഇൻസിഡൻസ്, ഒബ്ലിക് ഇൻസിഡൻസ്, അത് വേവ് ഗൈഡ്, ആ ഭാഗങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, റിലേറ്റിവിറ്റി കണ്ടീഷൻ. അപ്പോൾ EM വേവ്സും റേഡിയേഷനും, EM വേവ് ഇൻ മീഡിയ, ഈ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിലേക്ക് കിടന്നാൽ മതി. അതായത് പഠിക്കാൻ മീൻസ് ഒരു നമ്മൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാട്ടോ ഞാൻ പറയുന്നത്. നിറവാ എന്നുള്ള രീതിയിലല്ല, പെട്ടെന്നൊന്ന് ക്രാക്ക് ചെയ്ത് എടുക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ സാധനം പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. അതായത് പോയിന്റിംഗ് വെക്ടർ, പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടേംസ് ഇതിന്റെ ഉള്ളിലുണ്ട്, സ്കിൻ ഡെപ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വരുന്ന ഒരു ഭാഗം. പിന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ. അതായത് ഇപ്പൊ ചോദിക്കും, സപ്പോസ് ഫ്ലക്സ് കൂടുമ്പോൾ, സപ്പോസ് നമ്മളോട് ഒരു സിസ്റ്റത്തിന്, ഒരു കോയിലിന്റെ ഉള്ളിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഒരു മാഗ്നറ്റ് കടന്നു പോകുന്നു, എന്നിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കറണ്ടിന്റെ ഗ്രാഫ് ആയിരിക്കും തരിക. അതായത് ആ മാഗ്നറ്റ് ഉള്ളിൽ കൂടെ പോയപ്പോൾ ആ കോയിലിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ടുള്ള കറണ്ടിന്റെ ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. സോ അതിൽ നിന്ന് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ഇൻഡ്യൂസർ EMFന്റെ ഗ്രാഫ് ആയിരിക്കും. അതായത് ഓൾറെഡി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അതിന്റെ ഉള്ളിൽ അതിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മാഗ്നറ്റിക് ഫീൽഡ് വരും ടെമ്പററി ആയിട്ട്. അപ്പൊ അത് വഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസർ കറണ്ട് ഉണ്ടാവും. ചിലപ്പോൾ ആ ഇൻഡ്യൂസർ കറണ്ടിന്റെ അല്ലെങ്കിൽ EMFന്റെ പല രീതിയിലുള്ള ഗ്രാഫുകൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മസ്റ്റ് ആയിട്ട് നോക്കണം. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിന്റെ ഒരുപാട് ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് CSIR നെറ്റിന്റെ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ എടുക്കുന്ന സമയത്ത് 2019 മുതലുള്ള പേപ്പേഴ്സിൽ ഫുള്ള് ഇലക്ട്രോ ഡൈനാമിക്സ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഫുൾ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് മുഴുവനും വരുന്നത് EM വേവ്സിന്റെ ഭാഗം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഭാഗത്തു നിന്നാണ് വരിക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടേ EM വേവ് ഇൻ മീഡിയ ഇല്ലേ, അതിൽ മാക്സ്വെൽ ഇക്വേഷൻസ് നമ്മൾ 4 മാക്സ്വെൽ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്നുള്ളൂ അല്ലെ. ബട്ട് ഇവിടെ എത്തുമ്പോഴേക്കും വേവ്സിലേക്ക് എത്തുമ്പോഴേക്കും മാക്സ്വെൽ ഇക്വേഷൻസിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതായത് വേവ് വെക്ടറിന്റെ ഫോമിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ മാക്സ്വെൽ ഇക്വേഷൻസും കൂടി നമ്മൾ അതിൽ പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഐസിങ് മോഡലും റാൻഡം വോക്കും പാർട്ടീഷൻ ഫംഗ്ഷനും എൻസംബിളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോർമലി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാം. കാരണം പാർട്ടീഷൻ ഫംഗ്ഷനും എൻസംബിളിനും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഐസിങ് മോഡലിനും വന്നിരുന്നു. റാൻഡം വോക്ക് എന്നാണ് ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ ഐസിങ് മോഡലും റാൻഡം വോക്കും പാർട്ടീഷൻ ഫംഗ്ഷൻ ആൻഡ് എൻസംബിൾ കഴിഞ്ഞിട്ട് ബാക്കി വിട്ട് കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല. തെർമോഡൈനാമിക്സ് എന്നാണെങ്കിൽ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അത് മാത്രമല്ല പ്രോസസ്സുകളില്ലേ ഐസോബാറിക്, അഡാബാറ്റിക്, കാർനോട്ട് എഞ്ചിനൊക്കെ, അത് മസ്റ്റ് ആയിട്ട് നോക്കാം. എൻട്രോപ്പി ഞാൻ നോക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ തെർമോഡൈനാമിക്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടൈം അത്യാവശ്യം വേസ്റ്റിംഗ് ആവുമെന്നല്ല, അത്യാവശ്യം കഴിയും, നമുക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് ഒന്നെങ്കിൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എൻട്രോപ്പി, കാരണം ഇതൊക്കെ ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഇതിൽ കളയാൻ പറ്റുന്നത് ക്വാണ്ടം സ്റ്റാറ്റിക്സ്, ഫെർമി, ബോസ്, ഗ്യാസ്, അത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞോളൂ. ഒന്നെങ്കിൽ റാൻഡം വോക്ക് പഠിക്കുക, പാർട്ടീഷൻ ഫംഗ്ഷൻ പഠിക്കുക, തെർമോഡൈനാമിക്സ് ഓർ എൻട്രോപ്പി, അത് നിങ്ങളുടെ ചോയ്സ്, ഏതാണ് പെട്ടെന്ന് പഠിച്ചെടുക്കുക. കാരണം തെർമോഡൈനാമിക്സ് പഠിക്കാൻ അത്യാവശ്യം സമയം വേണം. അപ്പോൾ അത് പക്ഷെ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ അതൊന്ന് നോക്കുക കേട്ടോ.
ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ചില ആളുകൾക്ക് ഇത് താല്പര്യം ഉണ്ടാവും. സോ ഇലക്ട്രോണിക്സ് എഴുതാൻ അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ടതുകൊണ്ട് എല്ലാവരും ഡിജിറ്റൽ മസ്റ്റ് ആയിട്ട് പഠിക്കാൻ എടുക്കുക. ഡിജിറ്റൽ എന്തായാലും സോൾവ് ചെയ്യാൻ പഠിക്കുക. ദെൻ ഒപ്പാമ്, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഡിജിറ്റലും ഒപ്പാമും, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റലും ഒപ്പാമും. അത് പഠിച്ചിട്ട് മതി ബാക്കി എന്തിലേക്കും പോകേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റൽ ആൻഡ് എറർ അനാലിസിസ്. ഈ എറർ അനാലിസിസ് എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ +2 എറർ ഒക്കെ കണ്ടുപിടിക്കില്ലേ, പെർസെന്റേജ് എറർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് പൊടി തട്ടിയെടുക്കുക, പഠിച്ചാൽ മതി. കാരണം ബാക്കിക്ക് ഇരിക്കാൻ നമുക്ക് സമയമില്ല. അനലോഗ് ഇലക്ട്രോണിക്സിലേക്കൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയം എടുക്കും. സോ ഒപ്പാം അനലോഗ് ആണ് ഇല്ല എന്നല്ല, പക്ഷെ ഒപ്പാം എന്ന് പറഞ്ഞിട്ട് വേറെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക, മീൻസ് വേറെ ടോപ്പിക് ആയിട്ട് തന്നെ ഡിജിറ്റലും പഠിക്കാം. അപ്പൊ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം, എന്തോ പഠിച്ചു എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. ഓക്കെ. നെക്സ്റ്റ് സബ്ജക്ട് പറഞ്ഞാൽ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്. പാർട്ട് സിയിൽ വരുന്ന ആളുകളാണ് 5 മാർക്കിന്. എല്ലാം പഠിക്കണം, എല്ലാത്തിലും ക്വസ്റ്റ്യൻ വരും. സി മാനിഫെറ്റ് എന്ന് വരും, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, റൊട്ടേഷൻ ഓർ വൈബ്രേഷൻ എന്ന് വരും, പിന്നെ അതുപോലെ ടേം സിമ്പിൾ വരും, ലേസർ വരും. ഈ ഹൈഡ്രജൻ ആറ്റം വേവ് ഫംഗ്ഷൻസ് ഒരു വട്ടേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. സോ പക്ഷെ അത് വന്നത് റീസെന്റ് 2024 ക്വസ്റ്റ്യൻ വന്നുകൊണ്ടാണ് അത് ഇട്ടത്. അപ്പോൾ സി മാനിഫെറ്റ് എന്തായാലും പഠിക്കാം, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുക, ടേം സിമ്പിൾ ഉറപ്പായിട്ടും ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ളത് പഠിക്കുക, ലേസർ. ദെൻ ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് പാർട്ടിക്കിൾ 5 മാർക്കിന്റെ ചോദ്യം. 5 ക്വസ്റ്റ്യൻസ് വരും, ഏതെങ്കിലും 3 ഒക്കെ എഴുതിയാൽ മതി നിങ്ങൾക്ക്. പക്ഷേ ഈ 5 ക്വസ്റ്റ്യൻസ് വരും. റേഡിയോ ആക്റ്റീവ് ഡി കെ ഉറപ്പാണ്, ഗാമ ഡി കെ എന്നും ബീറ്റ ഡി കെ എന്നും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഷെൽ മോഡൽ ആണെങ്കിൽ ഒരു സ്പിന്നും ബാരിറ്റിയും കണ്ടുപിടിക്കാൻ വരും. ന്യൂക്ലിയർ റിയാക്ഷൻ ആൻഡ് എനർജി എന്ന് പറയുന്നത് സെമി എംപിരിക്കൽ മാസ് ഫോർമുല, അതിന്റെ മോസ്റ്റ് സ്റ്റേബിൾ ഐസോപ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ സെമി എംപിരിക്കൽ മാസ് ബൈൻഡിങ് എനർജി ഫോർമുല ചോദിക്കും, പിന്നെ കളക്റ്റീവ് മോഡൽ ചോദിക്കും, അങ്ങനെ ചോദിക്കും. പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ്, സ്ട്രോങ് ഇന്ററാക്ഷൻ ആണോ വീക്ക് ഇന്ററാക്ഷൻ ആണോ ചോദിക്കും. പിന്നെ ചിലപ്പോൾ റിയാക്ഷൻ തന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ മിസ് ചെയ്തിട്ട് ആ മിസ്സിംഗ് എലമെന്റ് ഏതാ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നെക്സ്റ്റ് കണ്ടൻസർ മാറ്റർ. കണ്ടൻസർ മാറ്ററിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഒന്ന് കണ്ടക്ടിവിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി, ഒന്ന് അതുപോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറും ഡൈഫ്രാക്ഷനും. 2 സാധനവും മറക്കരുത് പഠിക്കാൻ. ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വരും, നമ്മുടെ BCC FCC ഒക്കെ പറ്റിയിട്ട്. ഈ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ്റേ ഡൈഫ്രാക്ഷൻ മാത്രമല്ല, അതിൽ വരുന്ന വേറെ ഒന്നുണ്ട്. FCC ഇതിൽ പ്ലെയിൻസ് ഏതാണ് അലൗഡ്, ഒരു BCC സ്ട്രക്ചർ FCC സ്ട്രക്ചർ തന്നിട്ട് ഏതാ അലൗഡ് ഏതാ നോട്ട് അലൗഡ് എന്നൊക്കെ ചോദിക്കാറില്ലേ, ആ ഭാഗമാണ് കേട്ടോ. സോ ഇതിൽ ആദ്യം സൂപ്പർ കണ്ടക്ടിവിറ്റി, ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് ഡൈഫ്രാക്ഷൻ പഠിച്ചിട്ട് ബാക്കി കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ അതൊരു ഭാഗം. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വേറെ വരുന്നതാണ് മാത്തമാറ്റിക്കലിന്റെ ഭാഗത്ത് വരുന്നതാണ് ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതായത് പാർട്ട് എയില്. പക്ഷെ ഇതിൽ ഇതൊക്കെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ജോമെട്രി, ലോജിക്കൽ റീസണിങ്, പ്രോബബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊന്ന് പാർട്ട് എയില് ഒന്ന് ഫോക്കസ് ചെയ്തോളൂ. അതായത് പ്രീവിയസ് ഇയേഴ്സ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പാർട്ട് എയില് ഓരോ പല രീതിയിലും പ്രീവിയസ് ഇയേഴ്സ് കിട്ടുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. പഠിച്ചോളൂ, കാരണം എന്താ വെച്ചാൽ 10-15 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കാരണം അധികം ഫിസിക്സ് തല ഉപയോഗിക്കാതെ പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് ചെയ്യാവുന്നത്. ഇപ്പൊ ജോമെട്രി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജോമെട്രിയുടെ ഒക്കെ ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മൾ PSC എക്സാംസ് അതുപോലെ തന്നെ SSC എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ വേദിക് മാത്സ് ഒക്കെ ചെയ്യുന്നതല്ലേ, ആ വേദിക് മാത്സ് ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ബാർ ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്തിരുന്നതല്ലേ, അതൊക്കെയാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു 10-20 ദിവസത്തേക്ക് സെറ്റ് ആക്കിയിട്ട്, അതായത് ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒരു 25 ടോപ്പിക് ഉണ്ടാവുള്ളൂ. ആ 25 ടോപ്പിക്ക് 25 ദിവസം വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു 3rd കാറ്റഗറിയിലേക്കെങ്കിലും കയറാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നെറ്റെങ്കിലും നമുക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ ടോപ്പിക്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ, അതും അതിന്റെ പ്രീവിയസ് വെച്ചിട്ടും. ഇനി നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയറും എന്തുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് പ്രീവിയസ് ഇയർ മസ്റ്റ് ആയിട്ട് പഠിക്കണം, അതെന്തുകൊണ്ട്, അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം, ഏത് രീതിയിലാണ് പ്രീവിയസ് ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ.